CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് CCTVക്ക് മികച്ച വാർത്താവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. CCTV ന്യൂസ് എഡിറ്റർ രമ്യ S. നായരാണ് മികച്ച അവതാരക. CCTVയിൽ സംപ്രേഷണം ചെയ്യുന്ന തൊടിയിലെ ചെടി മികച്ച പ്രോഗ്രാമായി തിരഞ്ഞെടുത്തു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസാണ് പ്രോഗ്രാം കോർഡിനേറ്റർ. ചാവക്കാട് ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം, 2 യുവാക്കൾക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. വേലൂർ വെങ്ങിലശ്ശേരിയിൽ അടിക്കാടിന് തീപിടിച്ചു. 9ാം വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തീയണച്ചു. ചാലുശ്ശേരി ശ്രീ മുലിയമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക പുരാഘോഷ കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. പുതുയുഗയാത്രയുടെ വിജയത്തിനായി മഹിളാ സംഘടനകളും രംഗത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് ഫെബ്രുവരി 18 പാവറട്ടിയിൽ നൽകുന്ന സ്വീകരണം വൻ വിജയമാക്കുവാനും 500 മഹിളകളെ പങ്കെടുപ്പിക്കുവാനും UDF മഹിളാ വിഭാഗം കൺവെൻഷൻ തീരുമാനിച്ചു. പുന്നിയൂർക്കുളം ഗവൺമെന്റ് LP സ്കൂളിന്റെ 103ാം വാർഷികാഘോഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി സ്നേഹഭവൻ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സ്നേഹയാത്ര നടത്തി. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളിൽപ്പെട്ട തിപ്പിലശ്ശേരി ചെറുമനേങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ ജനങ്ങളുടെ യാത്ര ദുസ്സഹമാക്കുന്ന കുന്നംകുളം MLA AC മൊയ്തീന്റെ അനാസ്ഥയ്ക്കെതിരെ പള്ളിക്കുളം മേഖല UDF കമ്മിറ്റി നടത്തുന്ന 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഉപവാസ സമരം DCC ജനറൽ സെക്രട്ടറി K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വടുതല ഗവൺമെന്റ് UP സ്കൂളിന്റെ 106ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിയൂർ AM LP സ്കൂളിന്റെ 116ാം വാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ഷബാന ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 7ാമത് മഹാരുദ്രയജ്ഞം അതിപ്രധാന ചടങ്ങായ വസോർധാരയോടെ സമാപിച്ചു. പുന്നിയൂർക്കുളം അണ്ടത്തോട് കെട്ടുങ്കലിൽ പുനർനിർമ്മിച്ച മസ്ജിദ് നൂറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മതവിജ്ഞാന വിരുന്ന് വ്യാഴാഴ്ച നടക്കും. യുവ എഴുത്തുകാരി ഷംല നൌഷാദ് ആയിമുക്കിന്റെ ഇലമേലാപ്പ് എന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. സേലം രക്തസാക്ഷി ദിന വാർഷികത്തോടനുബന്ധിച്ച് കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും അനുസ്മരണ സമ്മേളനവും നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകയും കാട്ടക്കമ്മൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇംപ്ലിമെന്റ് ഓഫീസറുമായിരുന്ന സിൽവി ടീച്ചർക്ക് മുൻ പഞ്ചായത്ത് ഭരണസമിതി യാത്രയയപ്പ് നൽകി. ചെറുമനേങ്ങാട് കനിവ് ട്രസ്റ്റിന് കീഴിലുള്ള കനിവ് എന്റെ വീടിൽ കാരുണ്യസ്പർശം 2026 സംഘടിപ്പിച്ചു. ചാലുശ്ശേരി ശ്രീ മുലിയമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 1-ന്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.